എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണുക. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് 4-5 മണിക്കൂർ കുതിർത്തി എടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു സവോള, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക. അതുപോലെ വെളുത്തുള്ളിയേക്കാൾ കുറവ് ഇഞ്ചിയും ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ നമുക്കിതൊന്ന് ഉടഞ്ഞു കിട്ടുന്ന പരുവത്തിന് വേവിച്ചെടുക്കുക. ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഉടച്ചെടുക്കാൻ പാകത്തിന് വേണം വേവിച്ചെടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണിത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഇനി കടുക് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് കട്ടിയുള്ളത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം, എങ്കിലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചേർക്കേണ്ട, ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ഒരു കുത്തലായി പോവും. പിന്നെ ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതായത് ഇവിടെ കറി നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഒരുപാട് ചേർക്കണ്ട, ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മല്ലിയില ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.